ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗരം മസാല ചെയ്താലോ? നല്ല ഹോം മെയ്ഡ് ഗരം മസാല, നല്ല ടേസ്റ്റായിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. ചെറിയ ചേരുവകൾ മാത്രം, കുറച്ച് ചേരുവകൾ മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. നല്ലൊരു മസ്റ്റായിട്ട് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ചീരകം, പിന്നെ ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പ്, കുരുമുളക്, ഏലക്ക നമുക്ക് മസ്റ്റായിട്ട് ചേർക്കണം. എന്നാലേ ഇതിൻ്റെ ഒരു ഫ്ലേവറും നമുക്കൊന്ന് വ്യത്യാസമായി കിട്ടത്തുള്ളൂ. ഇത് വെച്ച് നമ്മൾ നിറയെ ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, കടലക്കറിയോ പല റെസിപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തനി ടേസ്റ്റാണ്. ഞാൻ കുറേ റെസിപ്പി ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നല്ലൊരു മണം ഉള്ളതും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ആദ്യം കൊണ്ട് ഒരു പാൻ എടുക്കുക, എന്നിട്ട് നമ്മൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഓവറായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മാത്രം മതി. അതിൻ്റെ ആ ഒരു ജീരകം ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. നന്നായിട്ട് ചൂടാക്കുക. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ജീരകം ഒന്നും കരിയാൻ പാടില്ല. അത് ചൂടായ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എടുത്താൽ മതി. മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഏലക്ക, അതൊക്കെ മസ്റ്റായിട്ട് വേണം. ഏലക്ക, ജീരകം ഇതൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഗരം മസാലയിൽ. നല്ല ടേസ്റ്റായിരുന്നു. കുറേ റെസിപ്പി ഇതായിരുന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും ഒന്ന് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഒരു ജാറിലോട്ട് നമ്മൾ മാറ്റിയെടുക്കണം. കണ്ടോ, ഇത്ര നല്ല ഒരു ചുവന്നൊരു രീതിയിൽ അങ്ങ് വരും. നല്ലൊരു വറുത്തെടുക്കുമ്പോൾ ജാറിലോട്ട് മാറ്റുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. നന്നായിട്ട് അരയണം. പേസ്റ്റായിട്ട് അരയണം. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇതൊക്കെ ഒന്ന് ചേർക്കുമ്പം അതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മൊത്തത്തിലങ്ങ് മാറും. അത്രയ്ക്കും നല്ലതാണ്, സിമ്പിളാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് ചേർത്ത് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും. എല്ലാ റെസിപ്പിയിലും നമുക്ക് ചേർക്കാം. നമ്മൾ കടലക്കറിയൊക്കെ വയ്ക്കുമ്പോഴും നോൺ വെജ് ഐറ്റംസ്, വെജ് ഐറ്റംസ് എല്ലാത്തിനും